ഗുരുവും ഞാനും വഴി പരിചയപ്പെട്ട ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം വല്ലാത്ത വിഷമത്തോടെ എന്നെ വിളിച്ചു. ജീവിതത്തിൽ രക്ഷപ്പെടാൻ പല വഴികളും തേടിയ ഒരാൾ, സ്വപ്രയത്നത്താൽ ഒരുപാട് മുന്നേറിയ ഒരാൾ. പക്ഷേ വിശ്വസിച്ച ചിലർ ചതിച്ചതിനാൽ ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലാണ്. ഈ വീഡിയോ അദ്ദേഹത്തിനുള്ള സമർപ്പണമാണ്. ഇത് അദ്ദേഹം കാണുമെന്ന് എനിക്കുറപ്പുണ്ട്. ഒരിക്കൽ എൻ്റെ ഗുരു പറഞ്ഞു, നമുക്കെതിരായി വരുന്നതെല്ലാം നമ്മുടെ ശത്രു അല്ല. അത് നമ്മെ തകർക്കാൻ അനുവദിക്കുമ്പോൾ മാത്രമാണ് ശത്രുവാകുന്നത്. പകരം അത് നമ്മെ ശക്തനാക്കാനുള്ള ദൈവത്തിൻ്റെ വഴികളാണെന്ന് കരുതി നോക്കൂ. അതിശയിപ്പിക്കുന്ന മാറ്റം കാണാം. സാമ്പത്തികമായി നല്ല നിലയിലായിരുന്ന ഞാൻ അന്ന് അതിൻ്റെ ആഴം മനസ്സിലാക്കിയില്ല. പക്ഷേ കാലം കഠിന പാഠങ്ങൾ നൽകി പഠിപ്പിച്ചു. ഇന്നാണ് മനസ്സിലാവുന്നത്, ഓരോ വേദനയുടെയും പിന്നിൽ ഒരു കരുത്തുറങ്ങുന്നുണ്ട്. അതെ, ഒരിക്കൽ നമ്മളിൽ പലരും അതായിരുന്നു. തളർന്നുപോയ, എനിക്ക് കഴിയില്ല എന്ന് സ്വയം പറഞ്ഞവർ. പക്ഷേ അതിജീവിച്ചവരെ പറയൂ, നമ്മുടെ ഉള്ളിലെ അതുവരെ കാണാത്ത പുതിയ ഒരാൾ ഉദിച്ചുയർന്നു വന്നില്ലേ? ഒരു മസിൽ പോലെ. നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ പേശികൾക്ക് വേദനയുണ്ടാകുമെങ്കിലും അവ കരുത്താർജിക്കുന്നില്ലേ? വളരുന്നില്ലേ? അതെ, അങ്ങനെയാണ് ജീവിതം. കാലം നമ്മളിൽ നിന്നും കവർന്നെടുത്ത എത്രയോ അനുഭവങ്ങളുണ്ട്. പ്രിയപ്പെട്ട ഒരാളിൻ്റെ നഷ്ടം, വരുമാനം തന്നിരുന്ന ഒരു തൊഴിലിൻ്റെ നഷ്ടം, കനത്ത ബിസിനസ് നഷ്ടം, അപ്രതീക്ഷിതമായി വന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക തകരാറുകൾ, ആത്മവിശ്വാസം തകർന്നുപോയ നിമിഷങ്ങൾ. പക്ഷേ പലതും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സാക്ഷ്യമാണ്, ഒരു ടെസ്റ്റിമണി. നമ്മൾ അതിജീവിച്ചതിൻ്റെ സാക്ഷ്യം. താങ്കൾ ഇപ്പോഴും അവിടെ എത്തിയില്ല എങ്കിൽ ഇങ്ങനെ വിശ്വസിക്കുക: ഐ ആം റൈറ്റ് ഇൻ ദ കോർണർ. ഞാൻ ലക്ഷ്യത്തിനരികിലാണ്. എത്തിപ്പിടിക്കാനുള്ള ദൂരത്തിൽ ഞാൻ എത്തിയിരിക്കുന്നു. എന്തോ ഒന്നുകൂടി മാത്രം ശരിയാകാനുണ്ട്. സുഹൃത്തെ, അത് നൽകുന്ന ആത്മവിശ്വാസം അനുഭവിച്ചറിഞ്ഞവരല്ലേ നമ്മളിൽ പലരും. നമ്മെ അതിജീവിപ്പിച്ച ആ ശക്തിയെ നമ്മൾ എന്തിനവഗണിക്കണം? ഓരോ വേദനയും ഒരു പാഠമാണ്. ഓരോ പാഠവും ഒരു മാറ്റമുണ്ടാക്കുന്നു. ഓരോ മാറ്റവും ഒരു പുതിയ എന്നെ സൃഷ്ടിക്കുന്നു എന്നതാവണ്ടേ നമ്മുടെ കാഴ്ചപ്പാട്. ഭഗവത്ഗീത ഇത് എത്ര മനോഹരമായി പറയുന്നു. സുഖദുഃഖങ്ങളെ ക്ഷമയോടെ സഹിക്കൂ. ശൈത്യ വേനൽക്കാലങ്ങൾ പോലെ അവ വന്നു പോകുന്നു. നിനക്ക് ഫലത്തിൽ അവകാശമില്ല, കർമ്മം ചെയ്യുക. ബൈബിൾ പറയുന്നതോ, നിന്റെ ദൈവം ഞാനാകുന്നു, ഞാൻ നിന്നെ ശക്തനാക്കും. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പ്രശ്നങ്ങൾ വരുന്നത് നമ്മെ ശിക്ഷിക്കാനല്ല, അതിലൂടെ നമുക്ക് സ്വയം പുനരാവിഷ്കരിക്കപ്പെടാനാണ് എന്ന് വിശ്വസിച്ചു നോക്കൂ. ഒരു സാധാരണ ഇരുമ്പ് തീയിൽ ചൂടാകുമ്പോൾ ആകൃതിയും ശക്തിയും മാറും. തീയുടെ ചൂടിൽ അതൊരായുധമായി രൂപപ്പെടുന്നില്ലേ? അതുപോലെ തന്നെയാണ് ജീവിതം. പ്രതിസന്ധിയുടെ ചൂടാണ് നമ്മെ വളർത്തുന്നതും ശക്തരാക്കുന്നതും. നമ്മിൽ ഓരോരുത്തരിലും ഒരു ശക്തനുണ്ട്, എ ജയൻറ്റ് വിത്തിൻ. ഒരു ശബ്ദം ഉള്ളിൽ നിന്ന് നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു: നിനക്ക് കഴിയില്ലെന്ന് ഇനി പറയണ്ട, നിനക്കൊരു മാറ്റമുണ്ടാവണം, ഇനി നീ ഉയരണം. ഘോരഘോരം മഴ പെയ്യുമ്പോഴും മണ്ണിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വിത്ത് വളരുന്നില്ലേ? അത് പുറത്തു വരാനായി കാത്തിരിക്കുകയല്ലേ? അതുപോലെ തന്നെയാണ് നമുക്ക് ഉള്ളിലുണ്ടായിരുന്ന ശക്തിയെ പുറത്തു കൊണ്ടുവരാൻ ജീവിതം ആവശ്യപ്പെടുന്നത്. നമ്മുടെ ഉള്ളിലെ ശബ്ദം നമ്മോട് ഒറ്റ വാക്കേ പറയുന്നുള്ളൂ: ഇനി നീ മാറണം, ഇനി നീ മാറണം, ഇനി നീ മാറണം. തളർച്ചയിലല്ല, ആ ശബ്ദത്തിലാണ് നമ്മുടെ കരുത്ത്. ഏതൊരു പ്രതിസന്ധിയിൽ നിന്നും കൂടുതൽ കരുത്തോടെ ഉയർന്നു വരാൻ നമ്മെ സഹായിക്കുന്ന 3 കാര്യങ്ങൾ അറിയണം. 1, പാഠം
പഠിക്കുക. ലേൺ ദ ലെസൺ. ഒരു പ്രതിസന്ധി വരുമ്പോൾ സ്വയം ഒരൊറ്റ ചോദ്യം ചോദിക്കൂ. ഇതിൽ നിന്ന് ഞാൻ എന്ത് പഠിച്ചു? ഞാൻ എന്നെ വിളിച്ച സുഹൃത്തിനോട് ചോദിച്ച ചോദ്യം. ഈ ചോദ്യത്തിൽ നിന്നാണ് ഒരാളുടെ പോരാട്ടത്തിൻ്റെയും മുന്നേറ്റത്തിൻ്റെയും തുടക്കം. ഓരോ അനുഭവവും ഒരു പാഠമാകുമ്പോൾ നമ്മൾ കരുത്താർജിക്കുകയാണ്. നനഞ്ഞയിടം കുഴിക്കുന്നവരെ അതേ നാണയത്തിൽ മാറ്റി നിർത്തുക. ഇംഗ്ലീഷിൽ ഒരു പഴമൊഴിയുണ്ട്, ഇഫ് ഐ ഡോണ്ട് കൺട്രോൾ മൈസെൽഫ് സംബഡി എൽസ് വിൽ കൺട്രോൾ മീ. പിന്നെ കരഞ്ഞിട്ട് എന്ത് കാര്യം? സ്വന്തം കുടുംബത്തിൻ്റെ അത്താണി ഞാനാണ് എന്ന ബോധം തരുന്ന കരുത്ത് എത്ര വലുതാണെന്നോ. 2. മാനസിക ശക്തി വളർത്തുക. ബിൽഡ് മെൻ്റൽ റെസീലിയൻസ്. നമ്മുടെ ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്നത് നമ്മുടെ തന്നെ മനസ്സിലാണ്. ശ്വാസം ശ്രദ്ധിച്ചുള്ള ധ്യാനം, ഉള്ളിൽ തോന്നുന്നതൊക്കെ എഴുതിയിടുന്ന ജേണലിംഗ്, നന്ദി രേഖപ്പെടുത്തൽ, ഇവയെല്ലാം നെഗറ്റീവ് ചിന്തകളെ മറികടന്ന് മുന്നോട്ട് പോകാൻ സഹായിക്കും. മനസ്സ് ശാന്തമാകുമ്പോൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. 3. പിന്തുണ തേടുക. സീക്ക് സപ്പോർട്ട്. പ്രതിസന്ധികളിൽ ഒറ്റയ്ക്കാണെന്ന് കരുതി നിശബ്ദമായി തളരരുത്. അനുഭവങ്ങൾ പങ്കുവയ്ക്കൂ. സുഹൃത്തുക്കളോടോ കുടുംബത്തോടോ അല്ലെങ്കിൽ ഒരു വിദഗ്ധനോടോ സംസാരിക്കുക. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അത് മനസ്സിൽ നിന്ന് ഒരു ഭാരം ഇറക്കി വെക്കുന്നതിന് തുല്യമാണ്. മറ്റുള്ളവരുടെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും നമ്മൾക്ക് പുതിയ വഴികൾ കാണിച്ചു തരും. ശ്രമിച്ചു നോക്കൂ, ഫലം കിട്ടും. നമുക്കറിയാം, പലരും തങ്ങൾ വീണുപോയതിനെയും മറ്റുള്ളവർ വേദനിപ്പിച്ചതിനെയും പ്രതിസന്ധികളിൽ പ്രിയപ്പെട്ടവർ പോലും കൈയൊഴിഞ്ഞതിനെയും കുറിച്ച് ഓർത്ത് സമയം കളയുന്നു. ഇല്ല, ഞാൻ അവരിലൊരാളല്ല. ഞാൻ ഇവിടെ വരെ എത്തിയിരിക്കുന്നു. അതുതന്നെ വിജയം. നൗ ഇറ്റ്സ് ടൈം ടു റൈസ് ഹയർ, നോട്ട് ഇൻ സ്പൈറ്റ് ഓഫ് ദ പെയിൻ ബട്ട് ബിക്കോസ് ഓഫ് ഇറ്റ്. ഇനി കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിക്കാനുള്ള സമയമാണ്. വേദനകളെ അവഗണിച്ചല്ല, അവയെ ഉപയോഗിച്ചുകൊണ്ട്. സുഹൃത്തെ, ഇനി തളരരുത്. ഉള്ളിലെ ആ ശക്തിയെ ഒരു സാധ്യതയായി കാണുക. ഓർക്കുക, പ്രഷർ ക്രിയേറ്റ്സ് ഡയമണ്ട്സ്, ഫയർ പ്യൂരിഫൈസ് ഗോൾഡ്, സ്റ്റോംസ് ഷേപ്പ് ദ സ്ട്രോങ്ങസ്റ്റ് ട്രീസ്. ഞാൻ ഇതിലൂടെയെല്ലാം കടന്നുപോയി. ഇല്ല, ഇനി ഒന്നും എന്നെ തോൽപ്പിക്കില്ല. ഇനി ആരും എന്നെ ഒന്നും ഭയപ്പെടുത്തേണ്ട. ഞാൻ അതിജീവിച്ചയാളാണ്. ഇതാവട്ടെ ഇന്നു മുതൽ നമ്മുടെ മൈൻഡ് സെറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ താഴെ കമൻറ്റിൽ നിങ്ങളുടെ കഥയും പങ്കുവയ്ക്കൂ. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്കും പ്രചോദനമാകട്ടെ. കൂടുതൽ വീഡിയോകൾക്കായി കുരുമഞ്ഞാനും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക് യു വെരി മച്ച്.